ജമ്മുകാശ്മീരിൽ റിയാസി ജില്ലയിൽ ഭീകരർക്കായി സംയുക്ത ഓപ്പറേഷൻ സൈന്യം ആരംഭിച്ചു. തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെയാണ് ഭീകരാക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. വെടിവെപ്പിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, 10 പേർക്കാണ് ജീവൻ പൊലിഞ്ഞത്, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഒപ്പം ഈ ഭീകരർക്കായുള്ള സൈന്യത്തിൻ്റെ തെരച്ചിൽ ഇത്തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ കർശനമായ പരിശോധന നടക്കുന്നുണ്ട്. ഇന്നലെ കശ്മീരിലെ റിസിയ മേഖലയിലാണ് ഇത്തരത്തിൽ തീർത്ഥാടകരുടെ ബസ്സിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയും ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞുകൊണ്ട് 10 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വൈകിട്ട് 6 മണിയോടുകൂടിയായിരുന്നു സംഭവം. ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം നടന്നു. വൈകിട്ട് രാത്രി 9 മണിയോടുകൂടി തന്നെ പരിക്കേറ്റിരുന്ന യാത്രക്കാരെ മുഴുവൻ പോലീസിന്, സുരക്ഷാ സേനയ്ക്ക് ആശുപത്രിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അവിടെ മെഡിക്കൽ ബുള്ളറ്റിൻ നൽകുന്ന വിവരമനുസരിച്ച് പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണ്. പക്ഷേ 4 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ശക്തമായ പരിശോധന ഇപ്പോൾ ഈ റിസിയ മേഖലയിൽ സൈന്യം നടത്തിവരികയാണ്. ജമ്മു കശ്മീർ പോലീസും സൈന്യവും CRPF-ഉം സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. കൂടാതെ രജൌരി, പൂഞ്ച് സെക്ടറിൽ മുഴുവൻ ഇത്തരത്തിലുള്ള പരിശോധന നടത്തി വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മലമുകളിൽ ആയുധങ്ങളുമായി ഒളിച്ചിരുന്ന ഭീകരവാദികളാണ് ഇത്തരത്തിൽ ബസ്സിന് നേരെ വെടിയുതിർത്തത് എന്നുള്ളതാണ് നിലവിലെ നിഗമനം. അതുകൊണ്ട് വനമേഖലയിലും ശക്തമായ പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ഭീകരവേട്ട കശ്മീർ താഴ്വരയിൽ സൈന്യം നടത്തിയിരുന്നു. അതിന്റെ ഒരു പ്രതിഫലമായാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു തിരിച്ചടിയായിട്ടാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഭീകരവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം സൈന്യം നടത്തിയിരുന്ന ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയുടെ 2 ഭീകരരെയാണ് വധിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം കശ്മീർ താഴ്വരയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെ അതീവ ഗൗരവത്തോടു കൂടിയാണ് സുരക്ഷാ സേന നോക്കിക്കാണുന്നത്. സൈന്യവും പോലീസും CRPF-ഉം സംയുക്തമായി പരിശോധന തുടരുകയാണ്. സംയുക്ത പരിശോധന തുടരുകയാണ്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.